Hire Purchase and Leasing Limited. നമസ്കാരം, വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഡൽഹിയിൽ ആശുപത്രിയിൽ തീപിടുത്തം, 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. 5 പേർ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിൽ. ദാരുണ സംഭവം ഈസ്റ്റ് ഡൽഹിയിലെ വിവേക് വിഹാർ ഭാഗത്ത്. പാർക്കോഴിയിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച്. അനിമോന്റെയും ഇടുക്കിയിലെ ബാർ ഉടമയുടെയും മൊഴിയെടുക്കും. സന്ദേശം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതാരെന്നും അന്വേഷിക്കും. സംസ്ഥാനത്ത് വേനൽ മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ റമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ജൂൺ 10 മുതൽ ട്രോളിംഗ് നിരോധനം. വിഭാഗീയതയിൽ നീറി സമസ്ത. പരോക്ഷ വിമർശനവുമായി മുജാഹിദ് വിഭാഗം. മുസ്ലിം സംഘടനകളെ പിളർപ്പിലേക്ക് നയിക്കുന്നവർ പിന്തിരിയണം. ഭിന്നിപ്പുണ്ടാക്കുന്നവരെ തിരിച്ചറിയണമെന്നും KNM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ തിളക്കം. പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റിന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം. മലയാളത്തിന് അഭിമാനമായി കനി കുസൃതിയും ദിവ്യപ്രഭയും. ഛായാഗ്രഹണ മികവിനുള്ള അംഗീകാരം ഏറ്റുവാങ്ങി സന്തോഷ് ശിവൻ. IPL ഇന്ന് കലാശ പോരാട്ടം. കൊൽക്കത്തയും ഹൈദരാബാദും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ചെന്നൈ ചെപ്പോക്കിൽ. വാർത്തകളിലേക്ക് വിശദമായി. ഡൽഹിയിൽ കുട്ടികളുടെ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾ വെന്തുമരിച്ചു. ഈസ്റ്റ് ഡൽഹിയിലെ വിവേക് വിഹാർ ഭാഗത്താണ് സംഭവം. വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും. അതുല്യ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? തീവ്രപരിചരണ വിഭാഗത്തിലുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇപ്പോൾ പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ